ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഓക്കെ, ഇന്നത്തെ 888 പോർട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 888 പോർട്ടൽ വീഡിയോ. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി തന്നെ 88ൻ്റെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാവരും ഒന്ന് കാണാം. രാത്രി തന്നെ ഞാൻ ചെയ്തത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫുൾ ടൈം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് ഈ വീഡിയോയും നമ്മുടെ രാവിലെ തന്നെ 7 മണിയാകുമ്പോഴേക്കും അപ്ലോഡ് വരും. എൻ്റെ 7 അല്ല 6 സംതിങ്ങിനാണോ ഞാൻ ചെയ്യുന്നപ്പോൾ. ഓക്കെ, സോ അപ്പോൾ അപ്ലോഡ് വരും ഇതിൻ്റെ. സോ 8 മണിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് മാനിഫെസ്റ്റേഷൻ കാലത്തും ചെയ്യാം, ഓക്കെ, രാത്രിയും ചെയ്യാം. ഓക്കെ, 888 ദിവസം ആയതുകൊണ്ട് മാക്സിമം ആക്ച്വലി 8ൻ്റെ നമ്പറിൻ്റെ നിങ്ങൾ ഉപയോഗം മാക്സിമം അത് നമ്മൾ ബെനിഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, രാവിലെ കാലത്ത് 8 മണിക്ക് ചെയ്യാം, നിങ്ങൾക്ക് രാത്രി 8 മണിക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ഈ മന്ത് ഫുൾ ആക്ച്വലി ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമല്ല ഈ പവർ ഉള്ളത്. ഓക്കെ, 8th to 17th വരെ വളരെ പവർഫുള്ളാണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യം, ആക്ച്വലി നിങ്ങൾക്ക് ഒരു മെത്തേഡ് കൂടി ഞാനിവിടെ പറഞ്ഞുതരാം. ആക്ച്വലി ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതിൻ്റെയൊക്കെ ഞാൻ താഴെ ഇന്നലെ കമൻറ്റിൽ ഫസ്റ്റ് പിൻ കമൻ്റായിട്ട് ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് പിന്നീട് ഓർത്തത് ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് വരാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനെ താഴെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെയും ആരെങ്കിലും എന്നോട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ പിൻഡ് കമൻറ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്താൽ മതി മാനിഫെസ്റ്റേഷന് മാക്സിമം. ഓക്കെ, ഒരുപാട് മെത്തേഡൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഏത് കംഫർട്ടബിളായി തോന്നുന്നോ, ഏതാണോ വളരെ ഇഷ്ടം തോന്നുന്നത്, സിമ്പിളായി തോന്നുന്നത് സിമ്പിൾ എടുത്താൽ മതി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആകുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു കംഫർട്ടബിൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത് നമുക്ക് ചെയ്യാനും എളുപ്പമുണ്ടാവും. ആ ചെയ്യുമ്പോൾ നമുക്കൊരു ഈസിയായി തോന്നും, നമുക്കൊരു സുഖമായി തോന്നും. അങ്ങനെ ഫീൽ കൂടി വേണം നമുക്ക്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യണം എന്നില്ല. സോ അതിൽ കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യാം. ആൻഡ് ഒരു മെത്തേഡ് കൂടി ആക്ച്വലി ഞാൻ ആഡ് ചെയ്യാൻ അതിൽ വിട്ടുപോയി. മെയിൻ ഒരു ശരിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഈ മന്ത് മുഴുവൻ, ഓഗസ്റ്റ് അല്ലേ എന്തായാലും, ഓക്കെ, 888 എന്നുള്ള നമ്പർ, ഓക്കെ, അത് വളരെ പവർഫുൾ നമ്പറാണ്, എല്ലാവർക്കും അറിയാം. ജനറലി നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ആക്ച്വലി ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് 888 എന്നുള്ള നമ്പർ നിങ്ങൾക്കിവിടെ കയ്യിൽ ഒരു മിനിറ്റ് പെന്നുണ്ട് ഇവിടെ. ബ്ലൂ ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ആണ് നല്ലത്. എൻ്റെ ബ്ലൂ ഇവിടെ കയ്യിലില്ല. ഓക്കെ, നിങ്ങൾക്കിവിടെ എവിടെയെങ്കിലും ഇൻഫിനിറ്റി സിമ്പിൾ വരയ്ക്കാം. പിന്നെ ഓക്കെ ഓക്കെ, ആൻഡ് 8 എന്നുണ്ട് 888 എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോറി. ഓക്കെ, ക്ലിയർ അല്ല. ഓക്കെ, 888 എന്ന് നിങ്ങൾക്ക് എഴുതിയും വെക്കാം. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഇവിടെ എഴുതാം, ഇവിടെ എന്നല്ല, എവിടെയെങ്കിലും കൈയിൻ്റെ ഈ സൈഡിൽ എവിടെയെങ്കിലും എഴുതാം. ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾക്ക് ഈ കൈയിൻ്റെയോ കാലിൻ്റെയോ നിങ്ങളുടെ ദേഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ ഇടാം. 888 എന്ന് എഴുതാം. ഓക്കെ, ഇൻഫിനിറ്റിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് 888 എന്ന് എഴുതാം. വലിയ ഇൻഫിനിറ്റി വരച്ചിട്ട് 888 എഴുതാം. ഓക്കെ, ഇങ്ങനെ ഈ നമ്പർ നിങ്ങളുടെ ബോഡി പാർട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം. ഗ്രീൻ കളർ പെൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബോഡി എവിടെ വേണമെങ്കിലും എഴുതാം. ലൈക്ക് ഷോൾഡർ വരെ എവിടെ വേണമെങ്കിലും എഴുതാം, ദേഹത്ത് എഴുതാം, വയറിൻ്റെ അവിടെ എഴുതാം, കാലിൻ്റെ അവിടേക്ക് എഴുതാം, തൊട എവിടെ വേണമെങ്കിലും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ ഓർമ്മ വയ്ക്കാം. ഇത് ആക്ച്വലി ഇപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മണി അട്രാക്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ പവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ട്രിക്ക് കൂടി ഞാൻ ഇന്നലെ ആഡ് ചെയ്യാൻ മറന്നു. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മളിന്ന് ഞാൻ ആക്ച്വലി ജനറൽ റീഡിങ് എടുക്കുന്നില്ല. എനിക്കറിയാം എല്ലാവർക്കും അറിയേണ്ടത് റിലേഷൻഷിപ്പ് റീഡിങ് തന്നെയാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അബണ്ടൻസ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാനത് നാളെ ചെയ്യാം ജനറൽ റീഡിങ്. ഓക്കെ, ഇതിപ്പോൾ ഇന്നിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ 88 പോർട്ടൽ, കാരണം വേറൊന്നുമല്ല, ഒരുപാട് പേര് അപ്സെറ്റ് ആവുന്നുണ്ട്, ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും എനർജീസ്. ഇത് നല്ല പവർഫുൾ ആക്ച്വലി. ഐ തിങ്ക് ആ ന്യൂ മൂണിന് ശേഷം, നമ്മുടെ അമാവാസിക്ക് ശേഷം തന്നെ ഇനിയും എനർജീസ് ഇതായിട്ടില്ല, സ്റ്റേബിൾ ആയിട്ടില്ല. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അപ്സെറ്റ്, എപ്പോഴും ആ ഒരു ലോ എനർജിയിൽ നിന്ന് ശരിയാവുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും റിലേഷൻ എടുക്കാമെന്ന് വിചാരിച്ച്. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എന്താണ് ഒരു മാറ്റം ഈ 88 പോർട്ടലിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ഇതിന് വേറെ കാർഡ്സ് ഡെക്കാണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, കോഫിൻ ഇന്നലത്തെ നമ്മുടെ ജനറൽ റീഡിങ്ങിലുണ്ടായിരുന്നു. ആക്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. പാരഡൈസ്, ക്യാമറ, ഓക്കെ, ഹാർട്ട് ബ്രോക്കൺ, എൻഗേജ്മെൻറ്റ് റിംഗ്, ഗുഡ്. ഫിനിക്സ്, ഓക്കെ, ഗുഡ്. ഗേൾ ടോക്ക്, not today. Date, okay. Keys on a ring, snake. Okay, ഇവിടെ
എനിക്ക് ഫീൽ ചെയ്ത എനർജി തന്നെയാണ്. ഒരുപാട് പേർക്ക് ഈ ഒരു നെഗറ്റീവ് എനർജി നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ, റിലേഷൻഷിപ്പിൽ ഞാൻ ഐ തിങ്ക് ഇന്ന് റീഡിംഗ് ഇട്ടത് വളരെ നന്നായി, ആൻഡ് ഈ കാർഡ്സ് എടുത്തത് നന്നായി. ഓക്കെ, നിങ്ങൾക്കൊരു വാർണിംഗ് കൂടിയാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും. നിങ്ങൾ ഈ ഐ തിങ്ക് ഫുൾ മൂണിന് ശേഷം, ന്യൂ മൂണിന് ശേഷം, അമാവാസിക്ക് ശേഷം തന്നെ ഐ തിങ്ക് ഞാനത് വാർണിംഗ് തരേണ്ടതായിരുന്നു. ഒരല്പം നല്ല എനർജി ആയിരുന്നു, ഹൈ എനർജി ആയിരുന്നു, പക്ഷെ അത് ലോയിലേക്കും പോകുന്നുണ്ട്. ഹൈയും ലോവും വല്ലാത്തൊരു അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ലൈക്ക് കോഫിൻ എന്ന് പറയുന്നുണ്ട് എൻഡിങ്. നിങ്ങൾ തമ്മിൽ പേഴ്സണുമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് വല്ല തർക്കമോ എന്താ പറയുക കോൺഫ്ലിക്റ്റോ, നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കമോ, നിങ്ങൾ തമ്മിലൊരു എൻഡിങ്ങോ സെപ്പറേഷനോ വരാനുള്ള സാധ്യതയാണ് കാണുന്നിവിടെ. ഓക്കെ, ഐ തിങ്ക് ഓൾറെഡി നടക്കുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു അടി ഉണ്ടാവാം, ആ രീതിക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. ഒരു എൻഡിങ്ങിൻ്റെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ദാറ്റ് ഇത് റിലേഷൻഷിപ്പ് എൻഡായി പോവോ എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ദാറ്റ് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ ശരിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ആക്സ് ഉണ്ട്. പക്ഷേ ഇതിവിടെ കാണുന്നത് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ്. സോ ഇവിടെ ഇങ്ങനെ എൻഡിങ്സ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല ഇനാണ്. എപ്പോഴും ഈ ഒരു എനർജി ഹൈ ആൻഡ് ലോ ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കലങ്ങി തെളിയാനുണ്ടാവും. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. ഓക്കെ, പക്ഷേ യെസ്, ടെൻഷനുള്ള കാര്യമാണ്. സൂക്ഷിക്കുക. എന്തായാലും വേണം വെച്ച് നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, ന്യൂ ബിഗിനിങ് വരും എന്നുമാണ്. നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും എൻഡിങ് ഉണ്ടെങ്കിൽ അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്, ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഒരു ടെമ്പററി ഒരു ഇത് വരാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്നത് ആക്സ് എന്നാണ്. ആക്സ് പറയുമ്പോൾ ആക്ച്വലി അഗെയിൻ ബ്രേക്കപ്പ്, സെപ്പറേഷൻ, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തോ വലിയൊരു ഇഷ്യൂ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ മാറി നടക്കുക, ഓക്കെ, സൈലന്റ് ട്രീറ്റ്മെൻറ്റ് തരിക, ബ്ലോക്ക്, ചിലവർക്ക് ദേഷ്യം വന്ന് ബ്ലോക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സംസാരിച്ചാൽ തന്നെ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ നോക്കുന്നില്ല, റിപ്ലൈ തരുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങളായിരിക്കാം ചെയ്യുന്നത്, ചിലവർ നിങ്ങളും ചെയ്യുന്നുണ്ടാവാം, പറയാൻ പറ്റില്ല. പാരഡൈസ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഓക്കെ, അത് പറയാം. ഓക്കെ, ഇവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല. ഓക്കെ, സ്നേഹത്തിന് കുറവൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ചിലവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറയാം, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ആയാലും പേഴ്സൺ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നോക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ ഇതിൽ ഇരിക്കുന്നുണ്ട്. അതായത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, സൈലൻ്റ് ആയിട്ട് അവർ മിണ്ടാതിരിക്കുന്നുണ്ടാവും. ബട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ദേഷ്യം വന്ന് ചിലപ്പോൾ മാറി നിൽക്കുന്നതായിരിക്കാം, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാം. ബട്ട് അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ ഹാർട്ട് ബ്രോക്കൺ അവരും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ചിലവർ അവർക്ക് ഒരു വിഷമത്തിൽ അവർക്ക് നല്ലോണം വിഷമം ഉണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഡീപ്ലി ഹേർട്ട്, സാഡ്, സെപ്പറേഷൻ, ബ്രേക്കപ്പ്, ഫീലിംഗ് ലോസ്റ്റ്. ഓക്കെ, അവർക്കും നിങ്ങളുടെ അടുത്ത് പാടി കൂടിയത് അവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ഓക്കെ, അവർക്കും അത് സന്തോഷമായിട്ടൊന്നുമല്ല. ബട്ട് ഐ തിങ്ക് ആ സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഡെവലപ്പ് ആവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ആൻഡ് ഇവിടെ പാരഡൈസ് ആണ് ഞാൻ പറയാൻ നോക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പിന്നീട് പറയാം ഐ തിങ്ക്. ഓക്കെ, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ചേഞ്ചസ് കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയില്ല. നോട്ട് ടുഡേ. ഓക്കെ, ഇന്നിപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയില്ല. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഓൾറെഡി തർക്കത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കാനാണ് സാധ്യത. അവർ നിങ്ങളോടൊന്നും പറയാതെ മിണ്ടാതെ, കാരണം അവർക്ക് ഇപ്പം അത് ഡീൽ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഓക്കെ, അതായത് അവർ ഫേസ് ചെയ്യാൻ റെഡിയല്ല ഇപ്പോൾ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് കറക്റ്റ് ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത്, തെറ്റൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ആ പേഴ്സൺ അത് സംസാരിക്കാതെ അതിനെക്കുറിച്ച് അവർ ഫേസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറയാം. ഓക്കെ, കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചാലേ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അവർ പക്ഷേ അതിന് തയ്യാറല്ല. അവരൊരു ബൗണ്ടറി വെച്ച് ഒന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ഇന്നത്തെ എനർജി അങ്ങനെയാണ് എന്തായാലും. പക്ഷേ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യും, നിങ്ങൾ തമ്മിൽ വീണ്ടും കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്കാണ്. ആൻഡ് ഇത് ശരിക്കും ഓക്കെ, ഇത് എൻഗേജ്മെൻറ്റ് റിംഗ് ഞാൻ ഇത്രയ്ക്ക് കൂട്ടി പറയുന്നില്ല ഇപ്പോൾ, ഇതവിടെ ഇരിക്കട്ടെ. ഓക്കെ, എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിന്യൂവൽ പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും കാര്യങ്ങൾ ബെറ്റർ ആവും എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം അഡ്വൈസ് പറയുന്നത്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്ത വിടുക. ഓക്കെ, പേഴ്സണിനെ കുറിച്ച് ചിന്ത വിടുക. അവർ സംസാരിക്കുന്നില്ല, എനിക്കറിയാം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, യെസ്. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യുക, അവനവനെ ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഹാപ്പിനെസ്, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, വേറെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് നിങ്ങളുടെ മനസ്സൊന്ന് തണുപ്പിക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഗേളിന് മാത്രമല്ല ബോയ്സ് ആയാലും ഓക്കെ, നിങ്ങൾ മെൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങളും ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തൊന്ന് ലൈറ്റായിട്ട് മനസ്സിനെ ഒന്ന് ശരിയാക്കി എടുക്കുക. ഓക്കെ, ഒരുപാട് സ്ട്രെസ്സിലേക്ക് പോകണ്ട എന്നർത്ഥം.
ഓക്കെ. അപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക എന്നാണ്. ഓക്കെ, ഡിസ്ട്രാക്ട് ചെയ്യുക അവനവനെ തന്നെ. ഓക്കെ, ഓവർ തിങ്കിങ്ങിലേക്ക് പോകണ്ട, ടെൻഷൻ സ്ട്രെസ്സിലേക്കൊന്നും കൊണ്ടുപോകണ്ട. ഓക്കെ, കുറച്ചൊന്ന് നിങ്ങൾ സമാധാനപ്പെടുക. ഓക്കെ, അപ്പം തന്നെ നമ്മൾ മനസ്സിന് ശാന്തമായാൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും പേഴ്സണിനോട് ഇന്ന് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളും ഒന്ന് ഓക്കെ ആവുക, കുറച്ചൊന്ന് കാമാവുക, നിങ്ങളുടെ പേഴ്സണും ഒന്ന് തണുക്കട്ടെ എന്ന് വെക്കാം. ഓക്കെ, കാര്യങ്ങളെ അവിടെ വിട്ടേക്കുക. പക്ഷേ നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു ഡേറ്റിംഗ് വരും. ഓക്കെ, ആദ്യമേ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കണക്ഷനുള്ള സാധ്യത എന്നല്ല, എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇത് ചെറിയൊരു തൽക്കാലത്തെ ഒരു ചെറിയ സെപ്പറേഷൻ മാത്രമാണ്. ഇത് വലിയ സീരിയസ് ഒന്നും ആവില്ല. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ എൻജോയ് ചെയ്യും. നിങ്ങൾ തമ്മിലുള്ള സമയങ്ങൾ നിങ്ങൾ വീണ്ടും എൻജോയ് ചെയ്യും. ഡേറ്റിങ്ങിന് പോകും. ചിലവർ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡേറ്റിങ്ങിന് പോകും. സിംഗിൾസ് അല്ലെങ്കിൽ ആര് തന്നെ ആയാലും, റിലേഷൻഷിപ്പിലുള്ളവർ ആരായാലും നിങ്ങളൊന്ന് ഡേറ്റിങ്ങിന് പോവുക, ഒന്ന് മീറ്റ് ചെയ്യുക, സംസാരിക്കുക. ഓക്കെ, ഓപ്പണായിട്ട് സംസാരിക്കുക. ആ രീതിക്കൊക്കെ ഉള്ള ഒരു എനർജിയാണ് കാണുന്നത്. മാറി വരും. ഇതിപ്പോൾ തൽക്കാലത്തെ ഒരു ടെമ്പററി സിറ്റുവേഷനാണിത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊരു ടെമ്പററി ഒരു പ്രശ്നം മാത്രമാണ്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിന്യൂവലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ഈ ന്യൂ മൂണിൻ്റെ എനർജിയും നമ്മുടെ അമാവാസിയുടെ എനർജി, 88 പോർട്ടലിൻ്റെ എനർജി, ഹൈ എനർജീസ് ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില പൊട്ടിത്തെറികൾ പോസിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇവിടെ ചില തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരങ്ങളൊക്കെ വന്ന കാര്യങ്ങൾ ഇതായിട്ട് തോന്നിയത്. ഓക്കെ, ചിലവർക്ക് ഇവിടെ എൻഗേജ്മെന്റ് വരെ പോസിബിൾ ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ചില എൻഡിങ്, ഓക്കെ, ചില എൻഡിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് 2 ദിവസം ഒന്ന് സംസാരിക്കാതിരുന്നു എന്ന് വിചാരിക്കും. 2 ദിവസം 3 ദിവസം ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ പിന്നാലെ പോവാതിരിക്കുക, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, പേഴ്സണെ വേറെ ഒന്നുമല്ല, മീൻസ് എന്ന് വെച്ച് നമ്മൾ വേറെ ഇത് കാണിക്കാനൊന്നുമല്ല, ജസ്റ്റ് സമാധാനപ്പെട്ട് മിണ്ടാതിരിക്കുക. ഓക്കെ, പേഴ്സൺ ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ സംസാരിക്കാം എന്ന് വെച്ച് വിടാം. ആൻഡ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുമ്പോഴേ ചിലപ്പോൾ നിങ്ങളൊന്ന് അവർ മിസ് ചെയ്യുള്ളൂ, അല്ലേ? അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യും. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യും. നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യും. അവർ ഹാർട്ട് ബ്രോക്കൺ ഉണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ വാല്യൂ റിയലൈസ് ചെയ്യും. നിങ്ങളെ ഒന്ന് മിസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, സോ ആ രീതിക്ക് ഇവിടെ അപ്പോൾ നിങ്ങൾ അതിന് ശേഷം ഒരു പുതിയ തുടക്കം വരുമെന്നും പറയുന്നത്. സോ അതിൽ ചിലവർക്ക് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളവർക്ക് പറ്റുന്നവർക്ക് നിങ്ങൾ എൻഗേജ്മെൻറ്റ് റിങ് വരെ എന്ന് വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് വരെ പോസിബിൾ ആണ്. ഓക്കെ, അതായത് അവർ നിങ്ങളുടെ അടുത്ത് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും എന്നൊരു വാക്യങ്ങളും തരും. അല്ലെങ്കിൽ പറ്റുന്നവർക്ക് ശരിക്കും ഒരു എൻഗേജ്മെൻറ്റ് ആ രീതിക്ക് അവർ മുന്നോട്ട് ഇത് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ വേറൊരു കാര്യം, ചിലവർക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും ആണ് നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം എന്നും പറയാം. ഓക്കെ, കോമ്പറ്റീഷൻ, എനിമി, ക്ലെവർ, മലീഷ്യസ് ആരും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലവർക്ക്. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, അതാരും ആവാം, ഫാമിലി ആവാം. ഫാമിലിക്ക് ചിലപ്പോൾ താല്പര്യമില്ലാതെ ആയിരിക്കാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും പക്ഷെ നിങ്ങളുടെ ഇടയിലുണ്ട്, ഒന്ന് സൂക്ഷിക്കുക. അത് ഒരു വാർണിംഗ് ആയിട്ട് എടുക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ വെഡിങ് റിങ്ങുമാണ് ഇവിടെ കാണുന്നത്. വെഡിങ് റിങ്, പാഷൻ. ഓക്കെ, ഞാൻ താഴേക്ക് പോകുന്നില്ല. വെഡിങ് റിങ്, പാഷൻ, ബട്ടർഫ്ലൈ അഗെയിൻ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്. ഫിനിക്സ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള ഒരു സമയമാണിത്. സോ വിഷമിക്കേണ്ട. എന്തെങ്കിലും അങ്ങനെ പ്രശ്നം വന്നാൽ തന്നെ ഇതൊരു ഹൈ എനർജി എന്തോ നടക്കുന്നുണ്ട്, അതിൻ്റെയാണ്. സോ വിഷമിക്കേണ്ട ആരും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എനർജി അപ്ഡേറ്റ് എടുത്തത്, ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. സോ ഡോണ്ട് വറി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നമുക്ക് നോക്കാം. ഞാൻ വേറൊരു കാർഡ്സ് കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തളയാം. ഓക്കെ, ഞാനൊരു ഒറക്കിൾ ഡെക്ക് കൂടി ഇവിടെ വെച്ചിരുന്നു, അതുകൂടി എടുത്തേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് റിഗ്രറ്റ്, റിപ്രഷൻ, സ്പൈ, വാച്ചിങ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഗിൽറ്റ്, സബോട്ടാജ്, സെയിം തിങ്, ആക്സ് ആൻഡ് ഗിൽറ്റ്, സബോട്ടാജ്. ഓക്കെ, ഇത് ചിലവർക്ക് നിങ്ങൾ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ആൾക്കാരായിരിക്കാം. ഓക്കെ, ഞാനത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും ഉള്ള റീഡിംഗ് ആണ്. ഇതങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾക്കാർക്ക് എന്ന് മാത്രം ഞാൻ പറയാറില്ല. സോ ഇതെല്ലാവർക്കും ഉള്ള റീഡിംഗ് തന്നെയാണ്. സോ ലീവ് ഇറ്റ്. ഓക്കെ, വാനിറ്റി, ഈഗോ, വാനിറ്റി, പ്രൈഡ്, apology, forgiveness, yes, feminine, divine feminine, okay, and rebirth. Okay, പേടിക്കുക വേണ്ട. സെൽഫ് ലവ്, സെപ്പറേഷൻ, ലോങ്ങിങ്, സൈക്കിൾസ്. ഓക്കെ, കംപ്ലീഷൻ. ഗുഡ്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ സെപ്പറേഷൻ ഒന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് സെൽഫ് ലവ് ആണ്. ഓക്കെ, നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന സെൽഫ് ലവ് ആണ്. അതായത് നിങ്ങൾ പേഴ്സണിൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് പോവാതിരിക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ അല്പം മാറി നിൽക്കുക. ഓക്കെ, മിണ്ടാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഒന്നും പറയാൻ പോണ്ട, ഒന്നും ചെയ്യാൻ പോണ്ട.
ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് റിഗ്രറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അവരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണെങ്കിൽ, അല്ല എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം വന്നു, എന്തെങ്കിലും പ്രശ്നം വന്നു എന്നുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്. എന്നിട്ട് അവരത് നിങ്ങളുമായിട്ട് തർക്കമായി മീൻസ് എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ അതിൻ്റെ ഒരു റിഗ്രറ്റ് അവർക്ക് ഫീൽ ചെയ്യും, നിങ്ങളെ മിസ് ചെയ്യും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് പോയതാണെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് സ്പൈങ്, അവർ ബ്ലോക്ക് ചെയ്ത് പോയാലും അവർ വേറെ എവിടെയെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഫേസ്ബുക്ക്, വാട്സാപ്പ് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളെ വാച്ച് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ രീതിക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ അവരുടെ കണ്ണ് നിങ്ങളുടെ മേലെ തന്നെയാണ്. ആൻഡ് ഗിൽട്ടും ഉണ്ട് അവർക്ക് ഗിൽട്ട്, റിഗ്രറ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. അവർക്ക് ഇതുണ്ട് ദാറ്റ് ഞാൻ തന്നെ സ്വയം ഈ റിലേഷൻഷിപ്പ് കേടുവരുത്തി എന്ന രീതിയിൽ അവർക്കൊരു മനസ്സിൽ കിടക്കുന്നുണ്ട്. ആൻഡ് ഈഗോ ഉണ്ട്, പക്ഷെ ലേശം ഒരു ലേശം ഈഗോ ഉള്ള വ്യക്തിയായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ ഇതെല്ലാം നമുക്ക് ലേഡീസായിട്ട് കണക്ട് ചെയ്തോളൂ. ലേഡീസിനും ഈഗോ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് അടികൂടി പോയാലും തിരിച്ചു വരാൻ അവർക്കൊരു മടി ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ വന്ന് താണു തരാം എന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് താണു തരാൻ ഒരു മടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് പറയാം. ഓക്കെ, അവർക്ക് കുറച്ചൊരു ഈഗോ ഉണ്ട് എന്ന രീതിയിൽ പറയാം. അതുകൊണ്ടായിരിക്കും കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നത്. അതാണ് ഇഗ്നോർ ചെയ്ത് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ തുറന്നു പറഞ്ഞ് സംസാരിച്ചാൽ തീരുന്നതായിരിക്കും. ബട്ട് അവർ ചെയ്യാൻ തയ്യാറാവില്ല, കാരണം അവർ ഈഗോ പോവും അല്ലേ. അപ്പോൾ സമ്മതിച്ച് തരേണ്ടി വരും, തെറ്റുപറ്റി എന്നുള്ള സമ്മതിക്കേണ്ടി വരും, സോറി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് അവോയ്ഡ് ചെയ്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോളജി ഇനി വരും, നിങ്ങൾക്ക് പേടിക്കേണ്ട. ഓക്കെ, അവർ സോറി പറഞ്ഞ് വരും. അവർക്ക് വിഷമമുണ്ട് നിങ്ങളെ വിട്ട് നിൽക്കുന്നതിൽ, ഗിൽട്ടും ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്. സോ തിരിച്ച് വരും, സോറി പറയും. ഓക്കെ, ചിലവർക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് വരാം, ഡിവൈൻ ഫെമിനൈൻ അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൈൻ എനർജിയിലേക്ക് നിങ്ങൾ വരാം. നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, അങ്ങനെ പേഴ്സൺ മാറി പോയിട്ടുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെക്കുക, ചേസ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി മെസ്സേജ് ഇട്ടാൽ തന്നെ അതൊരു ചേസിങ് ആവണ്ടെന്ന് ഞാൻ പറയാം. അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് പോകരുത്. ഓക്കെ, ആ രീതിക്ക്. ആൻഡ് റീബർത്ത് കാണുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ റീബർത്ത്, നമ്മുടെ ഫീനിക്സ് വീണ്ടും ഇതൊരു റീസ്റ്റാർട്ട് എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പേഴ്സണൽ മെസ്സേജ് കൂടി എടുത്തേക്കാം. ഞാൻ എടുത്തു വെച്ച ഡെക്കെല്ലാം യൂസ് ചെയ്യാം. ഐ റിലേറ്റ് ടു യു ഓൺ സോ മെനി ലെവൽസ്. ഓക്കെ, ഇതെല്ലാം കൂടി കാണുന്നത് പോട്ടെ, കുഴപ്പമില്ല അല്ലേ. ഓക്കെ, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ് റിയൽ റൈറ്റ് നൗ. There are so many feelings I want to share with you, but I'm shy about opening up. I think we could have a lot of fun together, but I don't see it progressing into something deeper. I'm not really into you, but I really like the attention that you give me. Maybe there could be more between us, but I wouldn't want to jeopardize our friendship. Okay, I definitely want to spend more time with you. Yes. ഇവിടെ പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരേപോലത്തെ ചിന്താഗതികളാണ് നിങ്ങളുടെ, ഒരേപോലത്തെ തോട്ട്സ് ആണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡീപ്പ് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. അവർക്കും അങ്ങനെ തോന്നാറുണ്ട്. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ് റിയൽ റൈറ്റ്. ഇത് ഐ തിങ്ക് ഇത് പാസ്റ്റാണ്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണിന് തോന്നുമായിരുന്നു ദാറ്റ് നിങ്ങളുമായിട്ട് ഡീപ്പ് ഒരു കണക്ഷനിലേക്ക് പോകാൻ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയും പറയാം. ദാറ്റ് അവർ നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് ഒരുപാട് ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയാലോ, ഇപ്പം തന്നെ എനിക്ക് അങ്ങനെ ജസ്റ്റ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് മതി എന്ന രീതിയിൽ അവരെ മുമ്പൊക്കെ തോട്ട് ഉണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, ഞാൻ അതാ പറഞ്ഞത്, സെപ്പറേഷൻ വരുന്ന ചില സമയത്ത് നല്ലതാണ്. അങ്ങനെ ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണിന് ശരിക്കും മനസ്സിലാവുക വില അല്ലേ. അപ്പോൾ അതിന് ഐ തിങ്ക് ഇപ്പോൾ അവർ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് സീരിയസ് ആയിട്ടൊന്നും വേണ്ട എന്ന രീതിയിലായിരുന്നു. ഓക്കെ, ദർ ആർ സോ മെനി ഫീലിങ്സ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു, ബട്ട് ഐ എം ഷൈ അബൌട്ട് ഓപ്പണിംഗ് അപ്പ്. കേട്ടോ, അവരുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അവർ ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ ഫീലിങ്സ് അവർക്ക് ഉള്ളിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ അവർ വിചാരിച്ചത് ജസ്റ്റ് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് അവരെടുത്തത്. ബട്ട് ഇപ്പോൾ അവർക്കത് ഫീലിങ്സ് ഡീപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് നിങ്ങളോട് തുറന്ന് പറയാനൊരു മടിയുണ്ട്, ഒരു ഷൈനസ് വരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് വി കുഡ് ഹാവ് എ ലോട്ട് ഓഫ് ഫൺ ടുഗെദർ, ബട്ട് ഐ ഡോണ്ട് സീ ഇറ്റ് പ്രോഗ്രസിങ് ഇൻ ടു സംതിങ് ഡീപ്പർ. അതാണ് സെയിം കാർഡ്സ് ആണ് രണ്ടും പറയുന്നത്. അവർ ആദ്യം വിചാരിച്ചത് നിങ്ങളായിട്ടൊരു വെറും ഒരു കാഷ്വൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു അങ്ങനെയാണ് അവരെടുത്തിട്ടുള്ളൂ, സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ബട്ട് അതിനുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ സെപ്പറേഷൻസ് വരുന്നത് എപ്പോഴും നമ്മളെ ഞാൻ പറഞ്ഞ പോലെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇപ്പോൾ മനസ്സിലാവാൻ തുടങ്ങുന്നുണ്ട് യെസ് വേറെ എന്തോ ഡീപ്പായിട്ടുണ്ട്, ഞാൻ വിചാരിച്ച പോലെ ഇതൊരു കാഷ്വൽ ലെവലല്ല എന്ന്. ഓക്കെ, ഐ എം നോട്ട് റിയലി ഇൻ ടു യു, ബട്ട് ഐ ഡു ലൈക്ക് ദ അറ്റൻഷൻ. അവർക്ക് ആദ്യമൊക്കെ നിങ്ങളുടെ അറ്റൻഷൻ ഇഷ്ടമായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് അതാ പറഞ്ഞത് ഓവർ അറ്റാച്ച്ഡ് ആയിരുന്നില്ല നിങ്ങളോട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ ഇഷ്ടമായിരുന്നു. കൂടുതൽ നിങ്ങളെ അറിഞ്ഞ് വന്നപ്പോഴാണ് അവർക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, മേ ബി ദർ കുഡ് ബി മോർ.
ബട്ട് ഐ വുഡൻ വോണ്ട് ടു. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്സ് ആയിരിക്കും, ഫ്രണ്ട്സ് പക്ഷെ നിങ്ങൾക്ക് ഫീലിങ്സ് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അവർക്ക് അത് ഇനിയിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങാനും പോയാലോ എന്നുള്ളൊരു പേടിയും ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ മനസ്സിൽ അത്രയും ഡീപ്പായിട്ട് ഫീലിങ്സ് വന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അവർക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഓക്കെ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ, ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന രീതിയിലായാലോ, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അവർ ഫീലിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടി അവർക്ക് നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു പേടിയാണ്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് യു. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സമയം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കി ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, സോ ചെറിയ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഇവിടെ ഫീലിങ്സ്. ഓക്കെ, ആൻഡ് ചെറിയ സെപ്പറേഷനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു എനർജി വളരെ ഇതാണ്. പറ്റിയാൽ നിങ്ങൾ സംസാരിക്കാൻ തന്നെ പോകാതിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്യാൻ പോകണ്ട, നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് ഇതാണ്. ആൻഡ് 88 പ്ലീസ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വീഡിയോ കാണാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് എന്താ നിങ്ങൾ ചെയ്യാം. ഞാൻ അതിനാണ് ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇന്ന് കണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് 17th വരെ ചെയ്യാൻ നോക്കൂ. ഓക്കെ, ഡെയിലി ചെയ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴാണ് നിങ്ങൾക്ക് സാധിക്കാന്ന് വെച്ചാൽ അന്ന് ചെയ്തോളൂ. ഒരു ദിവസം ചെയ്താലും മതി, 8 ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, സോ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ആ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ സെൻറ്റൻസ് എഴുതിയത് നിങ്ങൾക്ക് പേഴ്സണുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് എന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.